നമുക്ക് ആയുഷ്കാമീയം അധ്യായത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഷ്ടാംഗഹൃദയം ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്നത് രാഗാദിരോഗാൻ സതതാനുശക്താൻ അശേഷകായ പ്രസൃതാനശേഷാൻ ഔത്സുക്യമോഹാരതിതാൻ ജഘാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. പിന്നെ പുരുഷാർത്ഥങ്ങൾ പറയുമ്പോൾ 4 ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. അടുത്ത പോയിന്റ് വരുന്നത് ഓർഡർ ഓഫ് ആയുർവേദ ജ്ഞാനനിഷ്പത്തിയാണ്. അതിനാണ് ബ്രഹ്മാവിൽ നിന്ന് പ്രജാപതി, പ്രജാപതിയിൽ നിന്ന് അശ്വിനവ്, അശ്വിനികുമാരന്മാരിൽ നിന്ന് ഇന്ദ്രൻ, ഇന്ദ്രനിൽ നിന്ന് അർത്രിപുത്രന്മാർ, അതിൽ നിന്നും അഗ്നിവേശൻ. ഇനി അടുത്തതാണ് ദോഷങ്ങളുടെ ലൊക്കേഷൻ പറയുന്നത്. അത് പറയുന്ന വാദമാണെങ്കിൽ ബിലോ നാഭി, പിത്തമാണെങ്കിൽ ഹൃദയത്തിൻ്റെ നാഭിയുടെ ഇടയിൽ വരും. കഫത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയമാണ്. കഫ എന്ന് പറയുന്നത് പ്രിഡൊമിനൻ്റ് എപ്പോഴാണ്? ഫസ്റ്റ് കഫം, പിന്നെ പിത്തം, പിന്നെ വാദം എന്നിങ്ങനെയാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഇതിലാണെങ്കിലും. അതേപോലെ തന്നെ ഡേ നൈറ്റ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും ആദ്യം കഫായിരിക്കും പ്രിഡൊമിനൻ്റ്, പിന്നെ പിത്തം, ഏറ്റവും അവസാനമാണ് വാദ പ്രിഡൊമിനൻസ് വരുന്നത്. അത് പറയുന്ന പോയിൻ്റാണിത്. വയോ അഹോരാത്രി ഭുക്താനാം തേ അന്തമധ്യാധിക്രമാത്. പിന്നെ പറയുന്ന പോയിൻ്റ് എന്താന്ന് പറഞ്ഞാൽ തൈർ ഭവേദ് വിഷമത്തീക്ഷ്ണ മന്ദശ്ചാഗ്നൈ സമൈഹി സമഹ. പറയുമ്പോൾ വിഷമാഗ്നിയിൽ വാദം പ്രിഡൊമിനൻ്റാണ്, തീക്ഷ്ണാഗ്നിയിൽ പിത്തം പ്രിഡൊമിനൻ്റാണ്, മന്ദാഗ്നിയിൽ കഫം പ്രിഡൊമിനൻ്റാണ്, സമാഗ്നിയിൽ ത്രിദോഷ സാമ്യമാണ് സമാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോഷ്ടഃ ക്രൂരോ മൃദുർമദ്യോ മദ്യസ്യാത്തൈ സമൈരതി. ക്രൂരകോഷ്ടത്തിൽ വാദം, മൃദുകോഷ്ടത്തിൽ പിത്തം, മധ്യകോഷ്ടത്തിൽ കഫം, പിന്നെ ത്രിദോഷസാമ്യവും മധ്യകോഷ്ടത്തിൽ തന്നെ പെടുന്നതാണ്. ശുക്രാർത്തവസ്തൈർ ജന്മാദൗ വിഷേണൈവ വിഷക്രമേഹ തൈശ്ച തിസ്ര പ്രകൃതയോഃ ഹീനമദ്യോത്തമപൃഥക് സമധാതുഃ സമസ്താസ്തു ശ്രേഷ്ഠ നിന്ദ്യാ ദിദോഷജാഃ. വാദത്തിൽ ഹീനബലായിരിക്കും, പിത്തത്തിൽ മധ്യമം, കഫത്തിൽ ഉത്തമം, സമധാതുവിൽ ശ്രേഷ്ഠം, ദ്വിദോഷജത്തിൽ നിന്ദ്യനാണ്. തത്ര രൂക്ഷ ലഘു ശീത ഗര സൂക്ഷ്മശ്ചലോനിലഃ പിത്തം സസ്നേഹ തീക്ഷ്ണോഷ്ണ ലഘു വിസ്രം സരം ദ്രവം സ്നിഗ്ധശീത ഗുരുർമന്ദ ശ്ലക്ഷ്ണോ മൃത്സ്ന സ്ഥിരഃ കഫഃ. വാദ പിത്ത കഫ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. ധാതു ആൻഡ് മലങ്ങളെ വെച്ച് നോക്കുമ്പോൾ രസ അസൃക് മാംസമേധ അസ്ഥി മജ്ജ ശുക്രാണി ധാതവഃ സപ്തദൂഷ്യ മലാമൂത്ര ശകൃത് സ്വേദാദയോപിച്ച. രസ, രക്ത, മാംസമേധ, അസ്ഥി, മജ്ജ, ശുക്രങ്ങളാകുന്നു 7 ധാതുസ്. അതേപോലെ മലങ്ങൾ മൂത്ര, ശകൃത്, സ്വേദ എക്സെട്ര ആവുന്നു. ഷഡ് രസങ്ങൾ പറയാണ്. രസാസ്വാദാംല ലവണ തിക്തോഷ്ണ കഷായകഃ ഷഡ്ദ്രവ്യമാശ്രിതാസ്തേച്ച യഥാപൂർവം ബലാവഹാഹ. ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. തത്ര ആദ്യം ആരുദംഹന്തി ത്രയസ്തിക്താദയഃ കഫം കഷായ തിക്തമധുരാഹ പിത്തമന്യേതു കുർവതേ. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 3 വാദത്തിനെ നശിപ്പിക്കും. തത്ര ആദ്യം ആരുദംഹന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ രസാസ്വാദാംലു ലവണ, സ്വാദം, അമ്ലം, ലവണം, ഈ 3 രസങ്ങൾ മാരുതത്തിന് നന്ദി. ത്രയസ്തിക്താദയ കഫം, ബാക്കി 3 കഫത്തിന്. കഷായ തിക്തമധുരാഹ പിത്തമന്യേതു കുർവതേ, കഷായ തിക്തമധുരങ്ങൾ പിത്തത്തിനെ നശിപ്പിക്കും. ഇനി 2 ടൈപ്പിലുള്ള ദ്രവ്യങ്ങളെയാണ് പറയുന്നത്. ശമനം, കോപനം, സ്വസ്ഥഹിതം, ദ്രവ്യമിതിത്രിധ. 3 കൈൻഡ് ഓഫ് ദ്രവ്യങ്ങൾ: ശമനം, കോപനം, സ്വസ്ഥഹിതം. ശമനദ്രവ്യം, കോപനദ്രവ്യം, സ്വസ്ഥഹിതം ദ്രവ്യം. അഷ്ടാംഗ ഹൃദയത്തിലാണ് നാദി സംക്ഷേപ വിസ്തരം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് 8 അംഗാസ് ഓഫ് ആയുർവേദ പറയുന്നുണ്ട്. കായ, ബാല, ഗ്രഹ, ഊർധ്വാംഗ, ശല്യ, ദംഷ്ട്ര, ജര, വൃഷാൻ. ത്രിദോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വായു, പിത്തം, കഫശ്ചേതി ത്രയോദോഷ സമാസദാഹ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് വികൃത അവികൃത ദേഹം നന്ദി തേ വർത്തയന്തിച്ച. ഉഷ്ണശീത ഗുണോത്കർഷ തത്ര വീര്യം ദിദാസ്മൃതം. വീര്യത്തിനെ പറയുമ്പോൾ ഉഷ്ണവീര്യം, ശീതവീര്യമായ 2. ത്രിധാ വിഭാഗോ ദ്രവ്യസ്യ
സ്വാദാംല കടുകാത്മക. 3 വിഭാഗങ്ങൾ പറയുന്നു: സ്വാദ, അമ്ല, കടു. ഇനി അടുത്തതാണ് വിംശതി ഗുണങ്ങൾ, ഗുർവാദി ഗുണങ്ങൾ എന്നും പറയപ്പെടുന്നു. ഗുരുർ മന്ദ ഹിമ സ്നിഗ്ധ ശ്ലക്ഷണ സാന്ദ്ര മൃദുസ്ഥിര ഗുണ സസൂക്ഷ്മ വിശദ വിംശതി സവിപര്യാഃ. ഇനി കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനമിത്യാദി മാത്രകഃ സമ്യക് യോഗക്ഷ വിജ്ഞേയോ രോഗാരോഗ്യൈക കാരണം. ഇതിൽ രോഗകാരണം പറയുന്നു. കാല അർത്ഥ കർമ്മങ്ങളുടെ, കാല അർത്ഥ കർമ്മണം എന്ത് യോഗം, ഹീനയോഗ ആയിക്കോട്ടെ, മിഥ്യായോഗ ആയിക്കോട്ടെ, അതിയോഗ ആയിക്കോട്ടെ ചെയ്യുകയാണെങ്കിൽ രോഗങ്ങൾ വരും. സമ്യക് യോഗമാണെങ്കിലാണ് ആരോഗ്യമാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത. ഡിസീസസ് 2 ടൈപ്പ് ഉണ്ട്: നിജ രോഗങ്ങളും ആഗന്തു രോഗങ്ങളും. നിജാഗന്തു വിഭാഗേന 2 രീതിയിലാണ്. തേഷാം കായമനോഭേദ അധിഷ്ഠാനമഭിദ്യുത. അപ്പോൾ അധിഷ്ഠാനങ്ങൾ 2 ടൈപ്പ് ഉണ്ട്. കായവും മനസ്സുമായിട്ട് 2 അധിഷ്ഠാനങ്ങളും പറയുന്നുണ്ട്. രജസ് തമശ്ച മനസ്സോ ദൗച ദോഷാ ഉദാഹൃതോ. രജസും തമസും. രജസ് തമശ്ച മനസ്സോ ദ്വൗച ദോഷാ ഉദാഹൃതോ. ദർശന സ്പർശന പ്രശ്നൈഃ പരീക്ഷേച്ഛ രോഗിണാം രോഗം നിദാന പ്രാഗ്രൂപ ലക്ഷണ ഉപശയ ആത്തിഭിഃ. നമ്മൾ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ, ഇൻട്രോഗേഷൻ, ഇതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാമിനേഷൻ നടത്താനായിട്ട്. രോഗത്തിൽ നിദാന പ്രാഗ്രൂപ ലക്ഷണ ഉപശയ സംപ്രാപ്തി എന്നിങ്ങനെ ഡിസീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. ഭൂമിദേഹ പ്രഭേദേന ദേശമാഹൂരിഹദ്വിത ജാങ്കലം വാദഭൂയിഷ്ടം ആനൂപം തു ഖഭോൽഭണം സാധാരണം സമബലം ത്രിധാ ഭൂദേശമാദിശേത്. ഭൂമീനെ വെച്ചിട്ട് ദേശങ്ങൾ 2 ടൈപ്പ് ഉണ്ട്: ഭൂമി, ദേഹം. അതേപോലെ ഭൂമി ദേശങ്ങൾ 3 കൈൻഡ് ഉണ്ട്. എന്താണ്? ജാങ്കലം, ആനൂപം, സാധാരണം. ജാങ്കലത്തിൽ വാദ പ്രിഡോമിനൻസും ആനൂപത്തിൽ കഫ പ്രിഡോമിനൻസും സാധാരണ ഭൂമി ദേശത്താണെങ്കിൽ സമദോഷവുമാണ്. ക്ഷണാദിർ വ്യാധ്യാവസ്ഥാച്ച കാലോപേക്ഷജ യോഗകൃത്. ഇനി കാലം 2 ടൈപ്പ് ഉണ്ട്: ക്ഷണാദി, വ്യാധ്യവസ്ഥ. ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഔഷധം പറയുമ്പോൾ ശോധനം ശമനം ചേതി സമാസാദൌഷധം ദിത. ഔഷധം 2 കൈൻഡ് ഉണ്ട്: ശോധനവും ശമനം. അതേപോലെ പരമൌഷധത്തിനെ കുറിച്ച് പറയുന്നു: ശരീരജാനാം ദോഷാണാം ക്രമേണ പരമൌഷധം വസ്തിർവിരേകോ വമനം തഥാ തൈലം ഘൃതം മധു. വാദത്തിന് വസ്തിയും തൈലവുമാണ് പരമൌഷധം. പിത്തത്തിന് ഘൃതവും വിരേചനവുമാണ് പരമൌഷധം. അതേപോലെ കഫത്തിന് വമനവും മധുവുമാണ് പരമൌഷധം. ധീധൈര്യം ആത്മാദി വിജ്ഞാനം മനോദോഷൌഷധം പരം. മനസ്സിൻ്റെ പരമൌഷധമാണ് ധീധൈര്യം ആത്മാദി വിജ്ഞാനം. ഇനി പാദചതുഷ്ടയങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഭിഷക്, ദ്രവ്യ, ഉപസ്ഥാത അല്ലെങ്കിൽ പരിചാരക, രോഗി, ഇവരാണ് പാദചതുഷ്ടയം. ഭിഷക് ദ്രവ്യാണുപസ്ഥാത രോഗി പാദചതുഷ്ടയം. ചികിത്സ തസ്യ നിർദ്ദിഷ്ടം പ്രത്യേകം തത് ചതുർഗുണം. എന്താണ് ഭിഷക് ഗുണം എന്ന് നമുക്ക് നോക്കാം. ദക്ഷസ് തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥ ദൃഷ്ടകർമ്മ ശുചിർ. ഇതിൽ ദക്ഷനും ശുചി ഇത് രണ്ടുമാണ് ഭിഷക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ദക്ഷനായിരിക്കണം, ശുചിയായിരിക്കണം. അതേപോലെ ദക്ഷനും ശുചി ഇനി വരുന്നതാണ് പരിചാരകനിൽ എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ദക്ഷസ് തീർത്ഥാർത്ഥ ശാസ്ത്രാർത്ഥ ദൃഷ്ടകർമ്മ ശുചിർഭിഷക് ബഹുകൽപ്പം ബഹുഗുണം സമ്പന്നം യോഗം ഔഷധം അനുരക്ത ശുചിർദക്ഷ ബുദ്ധിമാൻ പരിചാരക. ഇതിലും വരാണ് ദക്ഷനും ശുചി. ആഢ്യോ രോഗി ഭിഷക് വശ്യോ ജ്ഞാപക സത്വവാനബി. അടുത്തത് സാധ്യ രോഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ്. സർവൌഷധക്ഷമേ ദേഹേ യൂനഃ പുംസഃ ചിതാത്മനഃ അമർമകോ അല്പഹേതു അഗ്രരൂപരൂപോ അനുപദ്രവഃ അതുല്യ ദൂഷ്യ ദേശ പ്രകൃതി ഋതു പാദസമ്പതി ഗ്രഹേഷ്വനു ഗുണേഷ്വേക ദോഷമാർഗോ നവഃ സുഖഃ. യൂന, പുംസ, അമർമ്മം, അനുപദ്രവം, അതുല്യ ദൂഷ്യ ദേശ പ്രകൃതി, ഏകദോഷമാർഗം,
നവ വിത്ത് പാദസമ്പത്ത്. അടുത്തതാണ് ശസ്ത്രസാധ്യമായിട്ടുള്ള രോഗങ്ങൾ. ശസ്ത്രാദിസാധന കൃച്ഛ്ര സങ്കരേച്ച തതോഗത ശേഷത്വാത് ആയുഷോ യാപ്യ പഥ്യാഭ്യാസ്യാത് വിപര്യയേ. ശസ്ത്രാദിസാധന കൃച്ഛ്രം സങ്കരേ ച തതോഗത ശേഷത്വാത് ആയുഷോ യാപ്യ പഥ്യാഭ്യാസാത് വിപര്യയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രാദി സാധനങ്ങൾ കൃച്ഛ്രസാധ്യമാണ്, ശസ്ത്രാദികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ സങ്കര ലക്ഷണ ഓഫ് സുഖസാധ്യ രോഗം, സുഖസാധ്യ രോഗങ്ങളുടെ മിക്സായിട്ട് വരും കൃച്ഛ്രസാധ്യ രോഗത്തിൽ എന്നാണ് പറയുന്നത്. അനുപക്രമ ഏവ സ്യാത് സ്ഥിതോ അത്യന്ത വിപര്യേ ഔത്സുക്യ മോഹ അരദതികൃത് ദൃഷ്ടരിഷ്ടോ അക്ഷനാശന. അനുപക്രമമായിട്ടുള്ള രോഗങ്ങൾ അത്യന്ത വിപരീതമായിരിക്കും എന്തിന്? സുഖസാധ്യ രോഗങ്ങൾക്ക്. ഔത്സുക്യ മോഹ അരതികൃത് ദൃഷ്ടലക്ഷണം ഇന്ദ്രിയനാശം എന്നിവയൊക്കെയാണ് അനുപക്രമ വ്യാധികളിൽ നമുക്ക് കാണാം. ത്യജേതാർത്ഥം ബിഷക് ഭൂപേർ ദിഷ്ടം തേഷാം ദിശം ഹീനോപകരണം വ്യഗ്രം അവിധേയം ഗതായുഷം ചണ്ഡം ശോകാതുരംഭീരും കൃതജ്ഞം വൈദ്യമാനിനം. അനുപക്രമ രോഗങ്ങളെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അത്യന്ത വിപരീത ഓഫ് സുഖസാധ്യ രോഗലക്ഷണമാണ് അനുപക്രമ രോഗങ്ങൾ. അനുപക്രമ രോഗങ്ങളെക്കുറിച്ചാട്ടോ, ഇവിടെ അനുപക്രമ രോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ഇത്രയും പറഞ്ഞത്. യാപ്യ രോഗങ്ങളാണ് എന്ത് നമ്മൾ വിപരീത സുഖസാധ്യ രോഗങ്ങൾക്ക് വിപരീതമായിരിക്കും. ആയു ഈസ് റിട്ടൈൻ ഡ്യൂ ടു പ്രത്യാഹാരം കൊണ്ടാണ് ആയു പിടിച്ചു നിൽക്കുന്നത്. അത് യാപ്യ രോഗങ്ങളാണ്. യാപ്യ രോഗങ്ങളെ കുറിച്ച് പറയുന്നത് ഇവിടെയാണ്. ശേഷത്വാത് ആയുഷോ യാപ്യ പഥ്യാഭ്യാസാത് വിപര്യേ. പഥ്യാഭ്യാസം കൊണ്ടാണ് യാപ്യ രോഗങ്ങൾ നിൽക്കുക. ഇത് സുഖസാധ്യ രോഗങ്ങൾക്ക് വിപരീതമായിരിക്കും എന്നാണ് പറയുന്നത്. ത്യജേതാർത്ഥം ബിഷക് ഭൂപേർ ദിഷ്ടം തേഷാം ദിശം ഹീനോപകരണം വ്യഗ്രം അവിധേയം ഗതായുഷം ചണ്ഡം ശോകാതുരംഭീരും കൃതജ്ഞം വൈദ്യമാനിനം. എങ്ങനെ ഉള്ള രോഗികളെ നമ്മൾ ത്യജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഷക് ദുഷ്ടനായിട്ടുള്ള ആളെ, ബിഷക്കിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളെ, ഭൂപനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളെ, അതേപോലെ എനിമിറ്റി, ബിഷക്കിനോട് എനിമിറ്റി ഉള്ള ഒരാളെ, ഹീനോപകരണം, കൂടുതൽ കാര്യങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആളെ, വ്യഗ്രം, അവിധേയം, ഗതായുഷം, ചണ്ഡം, ശോകാതുരം, ഭീരു, കൃതജ്ഞം, വൈദ്യമാനി, ഇങ്ങനെയുള്ള ഒരു ആളെ, പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മളുടെ അഷ്ടാംഗഹൃദയത്തിനെ കുറിച്ചാണ്. 6 സ്ഥാനങ്ങളും 120 ചാപ്റ്ററുമാണ് അഷ്ടാംഗഹൃദയത്തിലുള്ളത്. സൂത്രസ്ഥാനത്തിൽ 30 ചാപ്റ്റർ, ശാരീരസ്ഥാനത്തിൽ 6 ചാപ്റ്റർ, നിദാനസ്ഥാനത്തിൽ 16 ചാപ്റ്റർ, ചികിത്സാസ്ഥാനത്തിൽ 22 ചാപ്റ്റർ, കൽപ്പസിദ്ധി സ്ഥാനത്തിൽ 6 ചാപ്റ്റർ, ഉത്തരസ്ഥാനത്തിൽ 40 ചാപ്റ്റർ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരസ്ഥാനത്തിൽ 40 ചാപ്റ്ററും, അതേപോലെ നമ്മളുടെ ശാരീരത്തിലും കൽപ്പസിദ്ധിയിലും 6 ചാപ്റ്റേഴ്സും, നിദാനത്തിൽ 16ഉം, ചികിത്സയിൽ 22ഉമാണ് ഉള്ളത്. സൂത്രസ്ഥാനം തുടങ്ങുന്നത് ആയുഷ് കാമീയം എന്ന് പറയുന്ന അധ്യായത്തിലും തീരുന്നത് 30ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ഷാര അഗ്നികർമ്മ വിധി എന്ന് പറയുന്ന ചാപ്റ്ററിലുമാണ് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സൂത്രസ്ഥാനത്തിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആയുഷ് കാമീയ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.